വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യമായിട്ട് ഒരു കപ്പ് ചൂടുവെള്ളം എടുക്കുക. അധികം ചൂട് വേണ്ട, ഒരു നേരിയ ചൂട് മതി. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റ് ഒന്ന് നല്ലൊന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് കുബൂസിനുള്ള മാവ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ച് ചാമ്പിയെടുത്ത് നല്ലതുപോലെ സോഫ്റ്റ് മാവാക്കി മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഈ മാവ് പൊന്തി സെറ്റാകുന്നതിന് വേണ്ടി ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. 2 മണിക്കൂറിന് ശേഷം നല്ല വെണ്ണം പൊന്തി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇനി മാവിൽ നിന്ന് അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ബോളുകളാക്കി എടുക്കാം. ഓരോന്നായി പരത്തിയെടുക്കണം. ഓവർ നൈസായി പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഏകദേശം എൻ്റെ കുബൂസ് പരത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ബബിൾസ് വരുമ്പോൾ നമ്മുടെ ചട്ടം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊള്ളിച്ച് വരും. ഇതേപോലെ എല്ലാ കുബൂസും ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കടയിൽ വാങ്ങുന്ന അതേമാതിരി തന്നെ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക.